മിസോറാമിന്റെ തലസ്ഥാനമായ ഐസ്വാളിലേക്ക് ഇനി മുതൽ ട്രെയിനിലും എത്താം. സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യൻ റെയിൽവേ. മിസോറാം തലസ്ഥാനമായ ഐസ്വാളിനെ ഇന്ത്യൻ റെയിൽവേ ഭൂപടത്തിൽ ഉൾപ്പെടുത്തുന്ന ബൈറാബി സൈരംഗ് റെയിൽവേ ലൈൻ നിർമ്മാണം പൂർത്തിയായി. പരുക്കൻ പർവ്വത പ്രദേശങ്ങൾ നിറഞ്ഞ ഈ മേഖലയിൽ 51.38 കിലോമീറ്റർ ദൈർഘ്യമാണ് ഈ പാതയ്ക്ക് ഉള്ളത്. ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതും സങ്കീർണവുമായ നിർമ്മാണങ്ങളിലൊന്നാണ് ഇത്. 48 തുരങ്കങ്ങളും 142 പാലങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഇതിൽ ഏറ്റവും ദൈർഘ്യമുള്ള ഒരു തുരങ്കത്തിന് 1.5 കിലോമീറ്ററാണ് നീളം. ഇന്ത്യയിൽ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ റെയിൽവേ പാലം ഈ പാതയിലാണ് ഉള്ളത്. 114 മീറ്റർ ഉയരമുള്ള ഈ പാലം കുത്തബ് മിനാറിനേക്കാൾ 42 മീറ്റർ ഉയരമുള്ളതാണ്. ആധുനിക എഞ്ചിനീയറിംഗിന്റെ അതിശയിപ്പിക്കുന്ന ഉദാഹരണമാണിത്. തടസ്സമില്ലാത്ത ഗതാഗതം ഉറപ്പാക്കുന്നതിനായി 5 റോഡ് മേൽപ്പാലങ്ങളും 6 റോഡ് അണ്ടർപാസുകളും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. കൂടാതെ റൂട്ടിലെ നിരവധി തുരങ്കങ്ങളും സ്റ്റേഷനുകളും മിസോറാമിലെ പ്രാദേശിക കലയും രൂപങ്ങളും കൊണ്ട് അലങ്കരിച്ചിട്ടുമുണ്ട്. ഇന്ത്യയിലെ വടക്കുകിഴക്കൻ സംസ്ഥാനമാണ് മിസോറാം. പടിഞ്ഞാറ് ബംഗ്ലാദേശുമായും കിഴക്കും തെക്കും മ്യാൻമറുമായും 722 കിലോമീറ്റർ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന മിസോറാം ഇന്ത്യൻ സംസ്ഥാനങ്ങളായ അസം, മണിപ്പൂർ, ത്രിപുര എന്നിവയുമായി ആഭ്യന്തര അതിർത്തികളും പങ്കിടുന്നു. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണെങ്കിലും കുന്നുകളും കൊടുമുടികളും താഴ്വരകളും നദികളും തടാകങ്ങളും ഉൾക്കൊള്ളുന്ന നാടുകൂടിയാണ് മിസോറാം. ഇതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ ഇവിടെയുണ്ടാകുന്ന മണ്ണിടിച്ചിലും പ്രളയവുമൊക്കെ കാരണം റോഡ് ഗതാഗതം ഏറെ ദുഷ്കരമാണ്. തകർന്ന റോഡുകളും ഗതാഗതക്കുരുക്കും കാരണം പലപ്പോഴും അവശ്യവസ്തുക്കളായ അരി, പാൽ, തേയില, പഞ്ചസാര എന്നിവയ്ക്ക് കടുത്ത ക്ഷാമവും സംസ്ഥാനത്തിന് നേരിടേണ്ടി വരുന്നു. ഇതുമൂലം ഐസ്വാളിൽ ഉടനീളമുള്ള ചായക്കടകളും ചെറിയ ഭക്ഷണശാലകളും അടച്ചിടേണ്ടി വരുന്നു. സിമന്റ്, കമ്പി, മണൽ എന്നീ നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യതക്കുറവ് നിർമ്മാണ മേഖലയെയും സ്തംഭിപ്പിക്കുന്നു. ഇത് സാധനങ്ങൾക്ക് അമിതമായ വിലക്കയറ്റത്തിനും ഇടയാക്കുന്നു. എന്നാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ശാശ്വത പരിഹാരവും പ്രതീക്ഷയുമാകുന്നു ഐസ്വാളിലേക്ക് പുതുതായി നിർമ്മിക്കപ്പെട്ട റെയിൽവേ ലൈൻ. പാതയിലുടനീളം നിർമ്മിക്കപ്പെട്ട ടണലുകളും പാലങ്ങളും സുസ്ഥിരമായ ഗതാഗതം മിസോറാമിൽ ഉറപ്പുവരുത്തുകയാണ്. ആസാമിലെ ഗുവാഹത്തിയിൽ നിന്ന് റോഡ് മാർഗം ഐസ്വാളിലേക്കുള്ള യാത്രയ്ക്ക് 18 മണിക്കൂറാണ് സമയം. റെയിൽവേ ലൈൻ വരുന്നതോടെ ഇത് 12 മണിക്കൂറായി കുറയും. നേരത്തെ സംസ്ഥാന അതിർത്തിയിലുള്ള ബൈറാബിയിൽ മാത്രമാണ് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നത്. ഇവിടെ നിന്നാണ് തലസ്ഥാന നഗരമായ ഐസ്വാളിലേക്ക് 51 കിലോമീറ്റർ നീളത്തിൽ റെയിൽവേ പാത നിർമ്മിച്ചത്. ഐസ്വാൾ നഗരത്തിൽ നിന്ന് 12 കിലോമീറ്റർ ദൂരമാണ് പുതുതായി നിർമ്മിച്ച സൈരംഗ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉള്ളത്. ഇവിടെ നിന്ന് മിസോറാമിലെ ഒരേയൊരു എയർപോർട്ടിലേക്കുള്ള ദൂരം വെറും 10 കിലോമീറ്ററും. മിസോറാമിന്റെ ആധുനിക ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരിക്കുകയാണ് ബൈറാബി സൈരംഗ് റെയിൽവേ പാത. ഗതാഗത ചിലവുകൾ കുറയ്ക്കുക, ടൂറിസവും വ്യാപാരവും വർദ്ധിപ്പിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവയിലൂടെ മിസോറാമിനെ പരിവർത്തനം ചെയ്യാൻ ഈ കണക്ടിവിറ്റി സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു. 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ടുകൊണ്ടാണ് ബൈറാബി സൈരംഗ് റെയിൽവേ ലൈൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 2025 സെപ്റ്റംബറിലാണ് ഉദ്ഘാടനം. ന്യൂസ് ഡെസ്ക് നിപുണൻ.